ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതേണ്ട സമയം ഇപ്പോൾ 6 മണിയായി. നമ്മുടെ ഇവിടുത്തെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. അപ്പം വൈകുന്നേരം ഒന്ന് പോയി തൊഴാലോ എന്ന് വെച്ചിട്ട് പോവാണ്. ദീപാരാധന കാണാമല്ലോ എന്ന് വെച്ചിട്ട് പോവാണ്. ഞാൻ കുളിച്ച് റെഡിയായി ഒരുങ്ങാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം സൺസ്ക്രീമും പൗഡറും ഒക്കെ ഇട്ടു. ഇനി നമുക്ക് കണ്ണെഴുതാം, ലിപ്സ്റ്റിക് ഇടാം. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, സിമ്പിൾ. ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് ഇടാമേ. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ബാക്കി വരുന്നതുണ്ടല്ലോ കണ്ണിൻ്റെ മണ്ടക്കൂടി അങ്ങനെ വെക്കും. കണ്ണ് കുറച്ചും കൂടി ഒന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കുമല്ലോ. കണ്ടില്ലേ? ഇനി എൻ്റെ കുഞ്ഞ് പൊട്ടും കൂടി തൊട്ട് കൊടുത്തിട്ട് നമുക്ക് ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഓടിപ്പോവാൻ. ദീപാരാധന തുടങ്ങാൻ സമയമായി, ഞാൻ ലേറ്റായി. സെറ്റ്. മുടിയൊന്നും കെട്ടാൻ നേരമില്ല, നല്ലോണം ലേറ്റായി. ഞാൻ അപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കുത്തിയിട്ടെ നമുക്ക് ഓടിപ്പോവാം. കുറേ നടക്കാനുണ്ട് അങ്ങോട്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. ബാ. അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. ദാണ്ട് എൻ്റെ കൂടെ ഈ വാനരപ്പടകളെല്ലാം ഉണ്ട്. നമുക്ക് സന്ധ്യയാകാറായി, പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നേരം അമ്പലം, സമാധാനം. എന്താ വൈബല്ലേ. സത്യം പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ ഒന്ന് അമ്പലത്തിൽ പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സന്ധ്യ. എനിക്ക് രാവിലെ പോകുന്നതിനെക്കാട്ടും ഇഷ്ടം ഈ സന്ധ്യയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ വയ്യ, അതാണ് ഒന്നാമത്തെ മടി കാരണം നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറും കാണത്തില്ല, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതേസമയം ഇങ്ങനെ വൈകുന്നേരം കുളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നടന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉഷാറും എനർജിയൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അവിടെ ഉത്സവം നടക്കുമായിരുന്നു. അപ്പം ഉത്സവത്തിൻ്റെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ചാർത്തി നേരും നമസ്കാരം. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയപ്പോഴത്തേനും മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. ഇന്നത്തെ അമ്പലത്തിലെ പോക്കിൽ തന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് എന്നും ഞാൻ പോകുന്നത് പരാതി പറയാനായിട്ടോ. പക്ഷേ ഇന്ന് ഞാൻ പോയത് പരാതിക്കൊന്നുമല്ല, നന്ദി പറയാനായിട്ടോ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു തരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ദൈവത്തിനോട് നന്ദി പറയണമല്ലോ. അത് പലരും മറക്കും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യല്ലേ. നമ്മൾ സാധിച്ചു തരുവാണെങ്കിൽ എന്തായാലും അവിടെ പോയിട്ടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു എനിക്കിന്ന്. അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയൊന്ന് നമ്മുടെ പതിവ് പരിപാടി ട്യൂഷന് പിള്ളേർ വരുന്നുണ്ട്. അതാ വന്നു. ഇനി വന്നേ. എന്തൊക്കെയാണ് ട്യൂഷന്? ഹോംവർക്ക് ഉണ്ടോ? ആർക്കൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പോൾ ഇവന് ഹോംവർക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കാണാവേ. ബൈ. അങ്ങനെ നമ്മുടെ പിള്ളേരെ ട്യൂഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടക്കുവാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നീള. അപ്പം എല്ലാവർക്കും ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ.